Hi everyone. ഇന്ന് നമ്മൾ കാണുന്നത് AC സർക്യൂട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ ഓഫ് AC എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും AC സർക്യൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് AC എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ RMS വാല്യൂ, മീൻ വാല്യൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, പിന്നെ ഓരോ സർക്യൂട്ടുകൾ, ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട്, റെസിസ്റ്റർ മാത്രമുള്ളത്, ഇൻഡക്ടറും റെസിസ്റ്ററും ഉള്ളത്, കപ്പാസിറ്റർ ഉള്ളത്. സോ അതിൻ്റെ പല കോമ്പിനേഷൻസ്, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയാണ്, EMFൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, കറണ്ടിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, അത് പാരലായിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻ വരുന്നത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ AC സർക്യൂട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഇന്ന് കാണുന്നത് പ്രൊഡക്ഷൻ ഓഫ് AC ആണ്. അപ്പോൾ ഇതിൽ ഈ AC ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത് കൂടാതെ ജെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ജെ ഓപ്പറേറ്റർ എന്താണെന്നുള്ളതും അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത്, അതേപോലെ വെക്റ്റർ ഡയഗ്രാം, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വെക്റ്റർ ഡയഗ്രാം, അത് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഒരു റിലേഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം, വോൾട്ടേജും കറണ്ടും റിലേഷനൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ് AC സർക്യൂട്ടിൽ EMFും കറണ്ടും, ബോത്ത് EMF ആൻഡ് കറണ്ട് ചേഞ്ചസ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. EMFും കറണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തിലൊക്കെ? EMFൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇൻ AC സർക്യൂട്ട്സ് EMF ആൻഡ് കറണ്ട് ബോത്ത് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. AC സർക്യൂട്ടുകളിൽ EMFൻ്റെയും കറണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഓംസ് ലോ ഒക്കെ പഠിച്ചു. ഓംസ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ, ഇവ റെസിസ്റ്റൻസ് മാത്രമല്ല, ഇവയുടെയൊക്കെ ഒരു ഒപ്പോസിറ്റ് ഫോഴ്സ്, ഒരു ഒപ്പോസിഷൻ ഫ്ലോ ഓഫ് കറണ്ടിന് ഉണ്ടാവും. സോ ദിസ് ഇഫക്റ്റീവ് ഒപ്പോസിഷൻ ടു ദ AC ഫ്ലോയ്ക്ക് ഉണ്ടാവുന്ന ഇഫക്റ്റീവ് ഒപ്പോസിഷൻ, അത് റെസിസ്റ്റൻസ് കൊണ്ടും ഇൻഡക്ടർ കൊണ്ടും കപ്പാസിറ്റർ കൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന, ആ സർക്യൂട്ടിൽ ഇനി ആരൊക്കെ ഉണ്ടാവും അതൊക്കെ കണക്ട് ചെയ്തൊക്കെ കൊണ്ടുണ്ടാവുന്ന റിസൾട്ടൻ്റ് ഓർ ഇഫക്റ്റീവ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന പേരാണ് ഇംപിഡൻസ്. So impedance is the effective opposition to the AC flow due to the components such as resistor, capacitor, inductor, so on. ഇങ്ങനത്തെ സർക്യൂട്ടിലുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. AC ഫ്ലോയ്ക്ക് സംഭവിക്കുന്ന ഇഫക്റ്റീവ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന പേരാണ് ഇംപിഡൻസ്. Now how an AC is produced? പ്രൊഡക്ഷൻ ഓഫ് AC എന്നാണ് നമ്മുടെ ടോപ്പിക്. നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്യൂട്ടിൽ, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഒരു EMF ഉണ്ടാകുന്ന പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് ഒരു കോയിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള പോലെ ഒരു കോയിലുണ്ട്. ഈ കോയിലിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്തത് എന്താണ്? ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ഇറ്റ് ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ദ ഏരിയ. ഈ കോയിലിലൂടെ യൂണിറ്റ് ഏരിയയിലൂടെ ആ ഏരിയയുടെ ഡയറക്ഷന് ഏരിയയ്ക്ക് നോർമലായിട്ടുള്ള ഡയറക്ഷനിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ്. സോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ദി number of magnetic field lines passing through the coil in a direction normal to its area. ഇതാണ് കോയിൽ. അപ്പോൾ ഈ കോയിലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഏരിയയ്ക്ക് നോർമലായിട്ട് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ, ആ കോയിലിൻ്റെ ഏരിയ ഇൻറ്റു കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നോർമൽ ടു ദ ഏരിയ. ഏരിയയുടെ ഡയറക്ഷന് നോർമൽ, ദാറ്റ് ഈസ് ഏരിയയ്ക്ക് നോർമൽ. ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നോർമൽ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഏരിയ. അപ്പോൾ ഇതാണ് ഏരിയ. അപ്പോൾ അതിന് നോർമൽ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷന്, ആ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻ്റ് എന്താണോ ആ കമ്പോണൻറ്റും
ഏരിയയുടെയും പ്രൊഡക്റ്റ് ആണ് എന്ത് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്നത് എ ആണ്, ബി കോസ് തീറ്റ. സപ്പോസ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. തീറ്റ എന്ന് പറയുന്നത് കോയിലിൻ്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ, കോയിൽ ഇതാണ്, അപ്പോൾ കോയിലിൻ്റെ നോർമൽ നമ്മൾ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. സോ ഇതും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ വാട്ട് ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് ബി അലോങ് നോർമൽ? നോർമലിൻ്റെ ഡയറക്ഷനിൽ ബിയുടെ കമ്പോണൻറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, അഡ്ജസൻറ്റ് സൈഡാണ്. സോ ബി കോസ് തീറ്റയാണ് നോർമലിൻ്റെ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ബി കോസ് തീറ്റ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് നോർമൽ. സോ എ ഇൻറ്റു ബി കോസ് തീറ്റ എന്നുള്ളതാണ് ഫ്ലക്സ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ വെക്റ്റർ ബി ഡോട്ട് എ. ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് എ വെക്റ്റർ. ഓക്കെ, അപ്പോൾ ബി ഡോട്ട് എ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ബി ഡോട്ട് എ അവിടെ, അല്ലെങ്കിൽ എ ബി കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് നോർമൽ ടു ദ ഏരിയ. ഓക്കെ, നൗ നമുക്കറിയാം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ നമ്മൾ മുമ്പൊക്കെ പഠിച്ചതാണ്. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലക്സ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, whenever there is a change in magnetic flux associated with a coil and EMF is induced. ഒരു കോയിലിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കോയിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് നെഗറ്റീവ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ. സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് നെഗറ്റീവ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, d∅/-d∅dt ആണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളതും ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർക്യൂട്ടിലെ EMFൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നും അതുവഴി എങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻ, എങ്ങനെയാണ് ആൾട്ടർനേറ്റിംഗ് ആവുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ വി ക്യാൻ മൂവ് ത്രൂ ദാറ്റ്. ആൾട്ടർനേറ്റിംഗ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ റെക്ടാങ്കുലർ കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ റെക്ടാങ്കുലർ കോയിലാണിത്. സപ്പോസ് ഇനീഷ്യലി കോയിലാണിത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതാണ് വരുന്നത്. ഈ കോയിലിൻ്റെ നോർമൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും കോയിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊരു സർട്ടൺ ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ നോർമലുമായിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, ലൈക്ക് ദിസ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നോർമൽ ഇങ്ങോട്ട് വരും, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. So we are considering a rectangular coil of length L and breadth B. L length B breadth ഉള്ള rectangular coil കൺസിഡർ ചെയ്യുന്നു, which is capable of rotating. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ കോയിലാണ്. ഓക്കെ, സോ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ബി ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യും. സോ നമുക്കറിയാം ഫൈ ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ കണ്ടു, ഫൈ ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ, വിച്ച് ഇസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. അല്ലെങ്കിൽ എ ബി കോസ് തീറ്റ എന്ന് എഴുതിയാലും ബി എ കോസ് തീറ്റ എന്ന് എഴുതിയാലും പ്രശ്നമില്ല, ബി എ കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് നോർമൽ. മാഗ്നറ്റിക് ഫീൽഡ് നോർമലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. സപ്പോസ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് തുടങ്ങുമ്പോൾ സപ്പോസ് ദിസ് കോയിൽ ഈസ് ലൈക്ക് ദിസ്, ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക. ദാറ്റ് മീൻസ് ദ നോർമൽ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നോർമലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഒന്നായി മാറുക. ദാറ്റ് ഈസ് ദർ ഇസ് നോ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് നോർമൽ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും നോർമലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 0 ആയിട്ട് അസ്യൂം ചെയ്യുക. ഇനീഷ്യലി രണ്ടും 0 ആണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് വെൻ ടി ഈസ് ഈക്വൽ ടു 0, തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, ബി എ കോസ് 0 എന്ന് കിട്ടും. തീറ്റയുടെ വാല്യൂ 0 ആണ്, കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. സോ ഫൈ ഈസ് ഈക്വൽ ടു ബി എ എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് ദ initial condition. Okay, now the coil starts to rotate with an angular velocity omega. Omega എന്ന് പറയുന്ന ഒരു ആംഗുലർ വെലോസിറ്റിയിൽ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ടി സെക്കൻഡ്സ് കഴിഞ്ഞാൽ എത്രയാണ് അത് ട്രേസ് ചെയ്യുന്ന ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം.
അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ടു ടൈം. അപ്പോൾ ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഇൻ ടു ടൈം. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഇൻ ടു ടൈം. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി, ദാറ്റ് ഇസ് ഒമേഗ ഇൻറ്റു ടി. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ ടി സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഈ കോയിൽ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് ബിയുമായിട്ട് ഒരു ഒമേഗ ടി എന്ന് പറയുന്ന ഒരു സർട്ടൺ ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വെൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റയുടെ വാല്യൂ എന്തായി? ഒമേഗ ടി. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു യു ക്യാൻ റൈറ്റ് ദാറ്റ് ഫൈ ഇസ് ഈക്വൽ ടു ബി എ കോസ് ഒമേഗ ടി. ഓക്കെ, ഇവിടെ എഴുതി ശ്രദ്ധിക്കുക. വെൻ ദ കോയിൽ ഇസ് റൊട്ടേറ്റിംഗ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് കോയിൽ ഇസ് ഓൾസോ റൊട്ടേറ്റ്സ്, അല്ലേ? കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ നോർമൽ റൊട്ടേറ്റ് ചെയ്യും. ഒമേഗ എന്ന് പറയുന്നതാണ് റൊട്ടേഷൻ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. എങ്കിൽ ആഫ്റ്റർ എ ടൈം ടി ഇറ്റ് വിൽ ട്രേസ് ആൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ആംഗിൾ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി എന്ന് പറയും. സോ ഫൈ ഇസ് ഈക്വൽ ടു ബി എ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ കോയിൽ സിംഗിൾ ടേൺ ആണെങ്കിലാണ്. ഇഫ് ദ കോയിൽ കൺസിസ്റ്റ് ഓഫ് n നമ്പർ ഓഫ് ടേൺസ്, കോയിലിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷനിൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എൻ ബി എ കോസ് ഒമേഗ ടി എന്നായിട്ട് മാറും. എൻ ബി എ കോസ് ഒമേഗ ടി. ഇഫ് ദ കോയിൽ കൺസിസ്റ്റ് ഓഫ് n നമ്പർ ഓഫ് ടേൺസ് then flux is equal to എൻ ബി എ കോസ് ഒമേഗ ടി. Okay, now the induced EMF epsilon is equal to, induced EMF ന്റെ expression epsilon is equal to എന്താണ്? മൈനസ് ഡി ഫൈ ബൈ ഡി ടി ഫ്രം Faraday's law of electromagnetic induction. Induced EMF epsilon is equal to മൈനസ് ഡി ഫൈ ബൈ ഡി ടി. സോ ഇവിടെ ഫൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എൻ ബി എ കോസ് ഒമേഗ ടി എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ബി എ കോസ് ഒമേഗ ടി എന്ന് കിട്ടി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി. ബി എന്ന് പറയുന്നത് ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. സോ ഇറ്റ്സ് അഗെയിൻ എ കോൺസ്റ്റന്റ്. ഏരിയ ഓഫ് കോയിൽ, കോയിലിൻ്റെ ഏരിയ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ടൈം അനുസരിച്ച് വരുന്ന ഏക ടേം കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഈ ടേമാണ്. സോ എൻ ബി എ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് പുറത്തുണ്ട്, എൻ ബി എ പുറത്തേക്ക് വന്നു. ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഒമേഗ ഡെറിവേറ്റീവ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ അല്ലേ? സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്നായിട്ട് മാറി. എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്നായിട്ട് മാറി. സോ ദിസ് എപ്സിലോൺ represents the EMF induced in a rotating coil at any instant of time. അത് ടിയുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച്, ടിയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈമിലുള്ള ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ എപ്സിലോൺ ഇസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ റൊട്ടേറ്റിംഗ് കോയിൽ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ടി. ഓക്കെ, നൗ ദിസ് ഇസ് ജനറലി ഒന്നുകൂടി ജനറലൈസ് ചെയ്തതാണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതി. ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഇ സീറോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് അല്ലേ? എൻ ബി എ ഒമേഗ വിച്ച് ഇസ് ദി മാക്സിമം വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സൈനിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? സൈൻ 90 ഇസ് 1 അല്ലേ? സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. -1 മുതൽ +1 വരെയാണ് സൈൻ്റെ വാല്യൂ വരി ചെയ്യുക. അപ്പോൾ സൈൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ 1 ആണ്. സോ ഈ ഇതിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ ഇ ഇസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ എന്ന് കിട്ടി. അതിനേക്കാൾ കൂടുതലുള്ളൊരു വാല്യൂ വരാൻ ചാൻസ് ഇല്ല, കാരണം ബാക്കിയെല്ലാം 1നേക്കാൾ കുറവാണ്. സോ മാക്സിമം വാല്യൂ എൻ ബി എ ഒമേഗയാണ്. സോ ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ദാറ്റ് ഈസ് represented by E0. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗയ്ക്ക് പകരം E0 എന്ന് കൊടുത്തു ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി കിട്ടി. ഇപ്പോൾ E0 ഇസ് ദി മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അറ്റ് എനി ടൈം ടി അല്ലേ? അപ്പോൾ ടിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാറും എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെ മനസ്സിലാവും. ടി ഈക്വൽ ടു 0 ആണെങ്കിൽ when t is equal to 0 നമുക്ക് കിട്ടുക സൈൻ 0 എന്നാണ്. അപ്പോൾ ഇ എം എഫിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറി. സൈൻ 0 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇ ഈക്വൽ ടു 0 എന്നായി. ഇനി ടിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക, ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ സൈൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിട്ട് മാറും. സൈൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ഓരോ ഇൻസ്റ്റൻറ്റിലെയും ഇ എം എഫിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ യു ക്യാൻ പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ടൈം ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ടൈമും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് തമ്മിൽ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ ടി
ടീയുടെ വാല്യൂ ആണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. സൈൻ ഒമേഗ ടിയുടെ വാല്യൂ ഇത്, തീറ്റയുടെ വാല്യൂ ഓരോ ഇൻസ്റ്റന്റിലെ തീറ്റയുടെ വാല്യൂ ഇതാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒമേഗ ടി. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി, ടി ഈസ് ആൻഡ് ഇൻസ്റ്റന്റ്. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ് നമുക്കറിയാം, അല്ലെങ്കിൽ 2π/T. എഫിന് പകരം 1/T എഴുതാം. അപ്പോൾ 2π/T ഇൻറ്റു സ്മോൾ ടി ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെൻ സ്മോൾ ടി ഇസ് ഈക്വൽ ടു 0, തീറ്റ എന്തായിട്ട് മാറും? 2π/T ഇൻറ്റു 0. When t is equal to capital T/4, ടിയുടെ വാല്യൂ ക്യാപിറ്റൽ T/4 ആകുമ്പോൾ 2π/T ഇൻറ്റു T/4, ടിയും ടിയും ക്യാൻസൽ ചെയ്തു 2π/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/2. ടിക്ക് സ്മോൾ ടിക്ക് ക്യാപിറ്റൽ T/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2π/T ഇൻറ്റു T/2, ടിയും ടിയും ക്യാൻസൽ ചെയ്യും, 2 2 ക്യാൻസൽ ചെയ്യും, അപ്പം എന്ത് പൈ കിട്ടും. 3T/4, 2π/T ഇൻറ്റു 3T/4, ടിയും ടിയും ക്യാൻസൽ ചെയ്തു, 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് /2 വരും. അപ്പോൾ 3π/2 അല്ലേ. സ്മോൾ ടിയുടെ വാല്യൂ ക്യാപിറ്റൽ ടി ആയിട്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ 2π/T ഇൻറ്റു ടി സ്മോൾ ക്യാപിറ്റൽ ടികൾ രണ്ടും ക്യാൻസൽ ചെയ്തു, അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 2π. അപ്പോൾ തീറ്റയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ടിയുടെ ഡിഫറെൻറ്റ് വാല്യൂസിനനുസരിച്ച് തീറ്റയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് 0, π/2, π, 3π/2, 2π. ഇതെന്നെ വരുള്ളൂ എന്നില്ല കേട്ടോ, കാരണം നമ്മൾ ആകെ സ്പെസിഫിക് ആയിട്ട് ഒരു 4-5 റീഡിങ് എടുത്തിട്ടുള്ളൂ അല്ലേ. ടിയുടെ വാല്യൂ 0, T/4, T/2 അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ടൈം പീരിയഡിൻ്റെ 1/4, ടൈം പീരിയഡിൻ്റെ 1/2, ടൈം പീരിയഡിൻ്റെ T/4 ആൻഡ് ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ ക്യാപിറ്റൽ ടി. അങ്ങനെ 5 കണ്ടീഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0, ടിയുടെ വാല്യൂ 0. വെൻ തീറ്റ ഈക്വൽ ടു π/2, അപ്പോൾ സൈൻ π/2 എന്ന് കിട്ടും. സൈൻ π/2ൻ്റെ വാല്യൂ 1 ആണ്. സൈൻ 90, π/2 എന്നാൽ 90 ആണ്, സൈൻ 90 1 ആണ്. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു E0 എന്നായിട്ട് മാറും. അല്ലേ. സൈൻ പൈ എന്ന് പറഞ്ഞാൽ 180 സൈൻ പൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇയുടെ വാല്യൂ വീണ്ടും 0 ആയി. 3T/4 കൊടുക്കുക. 3T/4 കൊടുക്കുമ്പോൾ സൈൻ 3π/2 എന്ന് കിട്ടും. 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 270 ആണ്. 270 എന്ന് പറയുന്നത് 3rd and 4th ക്വാഡ്രന്റ് വരുന്ന പൊസിഷനാണ്. 3rd and 4th നമ്മൾ ജോയിൻ ചെയ്യുന്ന പൊസിഷനാണ്. അവിടെ സൈൻ നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ സൈൻ 3π/2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇ ഈക്വൽ ടു E0 ഇൻറ്റു -1 അല്ലെങ്കിൽ ഇ ഈക്വൽ ടു -E0 എന്ന് നമുക്ക് കിട്ടും. വെൻ ടി ഈക്വൽ ടു സ്മോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ആകുമ്പോൾ സൈൻ 2π എന്ന് കിട്ടും. സൈൻ 2π എന്ന് പറയുമ്പോൾ സൈൻ 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൊസിഷനാണ്? ഫസ്റ്റത്തെ പൊസിഷൻ തന്നെ, 0 എന്ന് പറയുന്ന പൊസിഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ സൈൻ 0 അല്ലെങ്കിൽ സൈൻ 0 ആണെങ്കിലും സൈൻ 2π ആണെങ്കിലും സൈൻ 4π ആണെങ്കിലും ഒക്കെ 0 ആണ് വരെ, കാരണം അതേ പൊസിഷൻസ് ആണത്. അപ്പോൾ അവിടെ ഇയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. വെൻ ടി ഈസ് ഈക്വൽ ടു 0, ഇയുടെ വാല്യൂ 0. വെൻ ടി ഈസ് ഈക്വൽ ടു T/4, ടിയുടെ വാല്യൂ T/4 ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്? π/2 അല്ലേ. തീറ്റയുടെ വാല്യൂ π/2. ആ സമയത്ത് ഇയുടെ വാല്യൂ എന്നത് മാക്സിമം ആണ്, E0. ഇനി ടി ഈക്വൽ ടു T/2 തീറ്റ ഈക്വൽ ടു π, തീറ്റയുടെ വാല്യൂ π ആണ്. പൈയുടെ സമയത്ത് ഇയുടെ വാല്യൂ 0 അല്ലേ. ഇനി തീറ്റ ഇസ് ഈക്വൽ ടു 3π/2 വരുമ്പോൾ ഇയുടെ വാല്യൂ -E0. അപ്പോൾ അത് +E0 ആണ്, -E0 ആണ്. അത് ഇവിടുന്ന് ഇവിടേക്കുള്ള ഹൈറ്റും ഇവിടുന്ന് ഇവിടേക്കുള്ള ഹൈറ്റും ഈക്വൽ ആയിട്ട് വേണം വരയ്ക്കാം. 3π/2. ഇനി അടുത്ത കണ്ടീഷനിൽ 2π വീണ്ടും 0 ആയിട്ട് മാറും. സോ ദിസ് ഇസ് ദി വേരിയേഷൻ. ഇത് നമ്മൾ ഒരു 4-5 ഡിഫറെൻറ്റ് ടൈമുകൾ മാത്രം എടുത്തത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഇവിടെയുള്ള വാല്യൂ അല്ല, ഇവിടെ ഓരോ ഇൻസ്റ്റൻറ്റിലും ഇതിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറേ കഴിഞ്ഞ് ഡയറക്ഷനും അല്ലെ, ഇവിടേക്കും മുകളിലേക്കായിരുന്നു ഇവിടെ എത്തിയപ്പോഴും എന്തായി കാണുന്നില്ല, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ആൻ ആൾട്ടർനേറ്റിംഗ് EMF അല്ലെ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിട്ടുള്ള EMF ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് induced EMF, magnitude and direction of EMF continuously change. ഫസ്റ്റ് ഹാഫിൽ 0 to π വരെയുള്ള കണ്ടീഷനിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ഒക്കെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ π to 2π എന്ന് പറയുന്ന റീജിയനിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ നെഗറ്റീവാണ്. സോ ഇത്
കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പോസിറ്റീവിൽ മാക്സിമം വാല്യൂ E0 ആണ്, നെഗറ്റീവിൽ അതിൻ്റെ മാക്സിമം വാല്യൂ -E0 വരെ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദി alternating EMF. ഓക്കെ, നൗ ഈ alternating EMF ആണ് നമ്മൾ സർക്യൂട്ടിൽ കൊടുക്കുന്നതെങ്കിൽ, സർക്യൂട്ടിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇന്ന കമ്പോണൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി R. ദെൻ അക്കോർഡിംഗ് ടു ഓംസ് ലോ കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ E/R ആണ് നമുക്ക് എന്ത് കിട്ടുക, കറണ്ട് കിട്ടുക. ഇറ്റ് ഈസ് ഈക്വൽ ടു E0 sin omega t. ഈയുടെ വാല്യൂ E0 sin omega t എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ E0 sin omega t/R എന്ന് കിട്ടും. നൗ E0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് EMF ആണ് അല്ലേ. അപ്പോൾ EMF മാക്സിമം വാല്യൂ ഓഫ് EMF ബൈ റെസിസ്റ്റൻസിന് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് കിട്ടും. ദാറ്റ് ഈസ് സിംപ്ലി റീപ്ലേസ് ബൈ I0. E0/R പകരം നമുക്ക് I0 എന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാം. ദെൻ I is equal to I0 sin omega t. നമുക്ക് നേരത്തെ പോലെ നോക്കിയാൽ അറിയാം അല്ലേ. ടിയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ sin 0 ആണ്, y is equal to 0 എന്ന് കിട്ടും. ടിയുടെ വാല്യൂ ക്യാപിറ്റൽ T/4 കൊടുക്കുക. അപ്പോൾ തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടി എന്ന് പറയുന്നത് π/2 എന്ന് കിട്ടും. sin π/2ൻ്റെ വാല്യൂ 1 ആണ്, y is equal to I0 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ടിയുടെ ഡിഫറെൻറ്റ് വാല്യൂസ്, സ്മോൾ ടിയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലത്തെ തന്നെ നമുക്കൊരു ഗ്രാഫ് കറണ്ടിനും കിട്ടും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് E you have to replace it with I. ബാക്കി ഒമേഗ ടി തീറ്റ എന്ന് പറയുന്നത് സെയിം ആണ്. അതുപോലെ ഇവിടെ E0ക്ക് പകരം I0 ആകും, ഇവിടെ E0ക്ക് പകരം -E0ക്ക് പകരം -I0 ആയിട്ട് കിട്ടും. We have find the expression for instantaneous expression for EMF, and from that you can calculate the instantaneous expression for current also. Okay, thank you.